ഈ ഒരു വീഡിയോയുടെ ഒരു ഫസ്റ്റ് പാർട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് സാഹിത്യം പറഞ്ഞു എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. പക്ഷേ അത് അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതങ്ങനെ ആയി പോകുന്നതാണ്. ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു ആ ഒരു യാത്ര തുടർന്ന സമയത്തുള്ള ഓരോ വികാരങ്ങളെ പറ്റി. ഓരോ വഴിയും ഓരോ ഓർമ്മകളാണ് തിരികെ കൊണ്ടുവരുന്നത്. എല്ലാ ഓർമ്മകളും നമുക്ക് സന്തോഷമുള്ളതായിരുന്നില്ല. ഇന്നത്തെ ഈ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ വന്ന വഴികളിലൂടെ എല്ലാം ഉള്ള ഒരു തിരിച്ചുപോക്കാണ്. ഹൈവേയിൽ നിന്ന് കുറച്ച് അകത്തോട്ടുള്ളൊരു റൂട്ടാണിത്. ഞാൻ പറഞ്ഞില്ലേ, സ്വസ്ഥമായ ഒരു റൈഡിന് നമുക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. എന്നാൽ അതിനുവേണ്ടി മാത്രമല്ല കേട്ടോ ഈ പോകുന്നത്. 2020 ബാംഗ്ലൂർ ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ അങ്ങനെ മറക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ലല്ലോ ഇത്. അന്ന് ഈ വീട് വിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു വിങ്ങലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നീട് 2023 ഇവിടെ വന്ന് ഞങ്ങളൊരു വ്ളോഗ് എടുക്കുകയും അത് ഫെബ്രുവരിയിലും പിന്നീട് സെപ്റ്റംബറിൽ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് താമസിക്കുകയും ചെയ്തു. അപ്പോൾ ലൈഫിൻ്റെ ഒരു പോക്ക് കണ്ടോ, എന്താ അല്ലേ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞത് എന്തെന്നറിയാമോ, ഇവിടെ ഒരിക്കൽ കൂടി ഒന്ന് താമസിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ഒരിക്കലും നടക്കില്ല എന്നറിയാവുന്നൊരു കാര്യമായിട്ട് ഞങ്ങളത് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ജീവിതം ആകെ മാറി, പ്ലാനുകൾ മാറി, ജോലികൾ മാറി, സ്ഥലങ്ങൾ മാറി. പലപ്പോഴും എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ പോയ ദിവസങ്ങളുണ്ടായിരുന്നു. ഞങ്ങളത് മറന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിലും ജീവിതം അത് മറന്നില്ല. സമയമായപ്പോൾ വീണ്ടും അതേ സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. അതുകൊണ്ടാവാം ഞാൻ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നത്. ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും ജീവിതം അത് ഓർക്കുന്നുണ്ടാവും. ഒരു പക്ഷേ അതായിരിക്കും ജീവിതത്തിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്.